ഇപ്പോൾ വരുന്ന ഒരു വാർത്ത നീലഗിരി ജില്ലയിലെ പന്തല്ലൂരിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്നതാണ്. പന്തല്ലൂർ ചന്തക്കുന്ന് സ്വദേശി ജോയി, 58 വയസ്സുള്ള ജോയിയാണ് മരിച്ചത്. രാത്രി 8 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. മൃതദേഹം പന്തല്ലൂർ സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നീലഗിരി ജില്ലയിലെ പന്തല്ലൂരിലാണ് ഈ സംഭവം. സുർജിത്ത് ചേരുന്നുണ്ട്. സുർജിത്ത് തയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, വീണ്ടും വയനാട്ടിൽ നിന്നൊരു കാട്ടാന കലിയിൽ ജീവൻ പൊലിയുന്ന വാർത്ത വരികയാണ്. ഇത് കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമാണോ? ഈ പന്തല്ലൂർ എന്ന് പറയുന്ന പ്രദേശം പൂർണ്ണമായും നീലഗിരി ജില്ലയിൽ ഉൾപ്പെട്ട പ്രദേശമാണ്. അതായത് വയനാടിന്റെ തൊട്ടടുത്ത ജില്ല ആണ് ഈ പന്തല്ലൂർ എന്ന് പറയുന്നത്. തൊട്ടടുത്തുള്ള പ്രദേശമാണ് പന്തല്ലൂർ എന്ന് പറയുന്നത്. അതായത് ചേരമ്പാടിയെല്ലാം കഴിഞ്ഞാൽ പിന്നെ പന്തല്ലൂരാണ്. ഏതാണ്ട് വയനാട് വടുവഞ്ചാലിൽ നിന്ന് ഒരു മണിക്കൂർ യാത്ര ദൈർഘ്യം വരുന്ന വിധത്തിലുള്ള പ്രദേശമാണിത്. സാധാരണയായി തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ നിരന്തരം ഈ കാട്ടാനകളുടെ പ്രശ്നമുണ്ട്. വനം ഉള്ള മേഖലയാണ്. പ്രത്യേകിച്ചും മുതുമല വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായി വരുന്ന പ്രദേശങ്ങളാണ്. എന്തായാലും ഇവിടെയാണ് ഇത്തരത്തിലൊരു കാട്ടാന ആക്രമണ മരണം ഉണ്ടായിരിക്കുന്നത്. പന്തല്ലൂർ ചന്തക്കുന്ന് സ്വദേശിയെ ജോയിയാണ് മരിച്ചത്. 58 വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം. ഇന്ന് വൈകിട്ട് കാട്ടാന റോഡിൽ ഇറങ്ങിയിരുന്നു. ഇതേ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ കാട്ടാനകളെ ഓടിക്കുന്ന നടപടിയിലേക്ക് കടന്നതാണ്. പക്ഷേ ഈ വീട്ടിലെത്തുന്നതിനിടെ ജോയി ഈ കാട്ടാന തന്റെ വീടിനടുത്തുണ്ട് എന്നുള്ള വിവരം അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. ഉടൻ തന്നെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിലാണ് മരിച്ചത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരണം സംഭവിച്ചു. മൃതദേഹം ഇപ്പോൾ പന്തല്ലൂർ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗോകുൽ, സുജിത്ത്, നിരന്തരം അവിടെ നിന്ന് നമ്മൾ പലപ്പോഴും ഈ കാട്ടാന സ്വൈരവിഹാരം നടത്തുന്നതിൻ്റെയും പുലിയുടെയും കടുവയുടെയും ഒക്കെ ദൃശ്യങ്ങൾ വരുന്നതാണ്. ആ പ്രദേശത്ത് സ്ഥിരം ഈ വന്യമൃഗശല്യങ്ങൾ തോട്ടമേഖലയിലടക്കം രൂക്ഷമായൊരിടം കൂടിയല്ലേ? തീർച്ചയായും അവിടെ വലിയ അളവിൽ വന്യമൃഗശല്യമുണ്ട്. ഈ കടുവയും പുലിയും ഒക്കെ തന്നെ ഇറങ്ങുന്ന പ്രദേശമാണ്. നിരന്തരം ഈ മേഖല എന്ന് പറയുന്നത് ഈ മുതുമല വനമേഖലയുടെ ഭാഗമായി ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നിരന്തരം ഈ കാട്ടാന അടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യമുള്ള മേഖലയാണ്. കഴിഞ്ഞ ദിവസം പുലി ഇറങ്ങിയ ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. അതായത് ഈ പന്തല്ലൂർ, ചേരമ്പാടി, അതോടൊപ്പം അവിടെ നിന്നും ഗൂഡല്ലൂർ വരെയുള്ള പ്രദേശവും അതിനപ്പുറത്തുള്ള പ്രദേശവും എല്ലാം തന്നെ ഇത്തരത്തിൽ വന്യമൃഗശല്യം നിരന്തരം ഇറങ്ങുന്ന പ്രദേശമാണ്. ഇപ്പുറത്ത് ഈ താളൂർ, നെല്ലാക്കോട്ട അത്തരം ഭാഗങ്ങളിൽ നെന്മേനിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ് ഇതെല്ലാം തന്നെ വരുന്നത്. ആ മേഖലയിലെല്ലാം ഉൾപ്പെടെയുടെ തൊട്ടപ്പുറത്തുള്ള പ്രദേശങ്ങളാണിത്. ഇവിടെ എല്ലാം തന്നെ വന്യമൃഗ ശല്യം രൂക്ഷമായിട്ടുള്ള ഒരു സ്ഥിതിയുണ്ട്. അവിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നേരത്തെയും സമാനമായ രീതിയിൽ തന്നെ നിരവധി പേർ കാട്ടാനക്കലിക്ക് ഇരയായിട്ടുണ്ട്. മറ്റ് വന്യമൃഗങ്ങൾ ആക്രമിച്ച് ആളുകളെ കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. വലിയ പ്രതിഷേധവും ഉണ്ടാകാറുള്ള പ്രദേശമാണ്. പ്രത്യേകിച്ച് ഇത് അതിർത്തി മേഖലയാണ്. മലയാളികൾ ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് എമ്പാടുമുള്ളത്. കാരണം ആ പ്രദേശം കേന്ദ്രീകരിച്ചെല്ലാം തന്നെ എസ്റ്റേറ്റിലും മറ്റും ജോലി ചെയ്യുന്ന ആളുകളെല്ലാം തന്നെ മലയാളി വേരുകളുള്ള ആളുകൾ തന്നെയാണ്. അവർ ഫലത്തിൽ നീലഗിരി ജില്ലയെങ്കിലും മലയാളികളായിട്ടുള്ള ആളുകൾ തന്നെയാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നാളെ ഈ ബിദർക്കാട് മേഖലയിൽ കടകളടച്ച് ഹർത്താൽ അടക്കം ആഹ്വാനം ചെയ്യാനുള്ള അത്തരത്തിലുള്ള നീക്കം അവിടുത്തെ വ്യാപാരികളുടെ എല്ലാം തന്നെ ഭാഗത്തുണ്ട് എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. പന്തല്ലൂർ ചന്തക്കുന്നിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ജോയി എന്ന 58-കാരനാണ് മരിച്ചത്. രാത്രി 8 മണിയോടെയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ശരി, സുജിത്ത് തയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത്. വയനാട് അതിർത്തിയിൽ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലാണ് കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടത്. ചന്തക്കുന്ന് സ്വദേശി ജോയിയാണ് കൊല്ലപ്പെട്ടത്. ഇപ്പോൾ അവിടെ നാളെ വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയാണ് ആ പ്രദേശവാസികൾ. കേരളത്തിൽ നിന്നടക്കമുള്ള ആളുകൾ, മലയാളികളായ ആളുകളടക്കം അവിടെ തോട്ടങ്ങളടക്കം പണിയെടുക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ നിരന്തരമായ വന്യജീവി ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന നീലഗിരി ജില്ലയിലെ പ്രദേശങ്ങൾ.